ചിലപ്പോൾ കോപിക്കുകയും ചെയ്യും. ഇതുണ്ടാകരുത്. നന്മ ചെയ്യുമ്പോൾ നിത്യദൈവത്തെ ഓർത്ത് ചെയ്യുവിൻ. ദൈവത്തിനറിയാം അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. നിങ്ങൾക്ക് അതുകൊണ്ട് നന്മയുണ്ടാകുമെങ്കിൽ ദൈവം അത് ചെയ്യും. നേരെ മറിച്ച് അഹങ്കരിക്കുന്നതിനും നീതിപൂർവം പ്രവർത്തിക്കാതിരിക്കുന്നതിനും ഇത് ഇടയാക്കും എന്നുണ്ടെങ്കിൽ ദൈവം അത് രഹസ്യമായി വച്ചുകൊള്ളും. ദൈവസന്നിധിയിൽ എല്ലാ വിശുദ്ധന്മാരുടെയും മുമ്പിൽ വച്ച് ദൈവം നിങ്ങളെ മഹത്വപ്പെടുത്തും. ഒരു പ്രവൃത്തിയെപ്പറ്റി പുറമേ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി എഴുതരുത്. ഒരാളുടെ പ്രവൃത്തി ചിലപ്പോൾ ചീത്തയാണ് എന്ന് തോന്നാം. എന്നാൽ നമുക്കറിഞ്ഞുകൂടാത്ത വേറെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ആരുടെ മേലും കുറ്റം ചുമത്തേണ്ട. ഉദാഹരണത്തിന്, ഒരപ്പൻ പണിയെടുക്കാതെ വീട്ടിലിരുന്ന് തിന്നു മുടിക്കുന്ന മകനോട് പറയും,